കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ചു കേട്ട 96 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. 96 സങ്കീർത്തനം വളരെ വിശേഷതയുള്ള ഒരു സങ്കീർത്തനമാണ്. പഴയ നിയമത്തിലെ, പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും മിഷണറി പരമായ സങ്കീർത്തനം എന്നുള്ള വിശേഷണമുള്ള ഏക സങ്കീർത്തനമാണ്. 2 സങ്കീർത്തനമേ ഉള്ളൂ അങ്ങനെ മിഷണറി സങ്കീർത്തനം എന്ന് പറയാൻ പറ്റുന്നത്. ഒന്ന് നമ്മൾ ഇന്നലെ നോക്കിയ 67 സങ്കീർത്തനമാണ്. 67 സങ്കീർത്തനത്തിൽ പക്ഷേ ഇന്നലെ രാവിലെ വന്നവർക്കറിയാം, അതോടെ പറഞ്ഞു തുടങ്ങുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിന്നെ കാരണമാണ് അത് നിമിത്തം നിന്റെ വഴി ഭൂവാസികളെല്ലാം അറിയണേന്ന്. ഈ 96 സങ്കീർത്തനം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? ഞാന് അതൊന്നുമില്ല ഈ സങ്കീർത്തനത്തിൽ. ഇതിൽ ഇസ്രായേൽ ഗൃഹമില്ല, യാക്കോബിൻ ഗൃഹമില്ല, അങ്ങനെ ഒരു വിശേഷണവുമില്ല. ഞങ്ങൾ എന്നൊരു കൂട്ടരില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂവാസികൾ മൊത്തം, ജാതികൾ, സകല വംശങ്ങൾ, അങ്ങനെ ഭൂലോകം സകല സൃഷ്ടിയെയും ഒന്നടങ്കം ഇതിനകത്ത് വിവരിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. മാത്രമല്ല ഇവിടുത്തെ വിഷയം കർത്താവിന്റെ മഹത്വം ഘോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പഴയ നിയമത്തിലെ സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും പൂർണ്ണതയുള്ള മിഷണറി സങ്കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നീടുള്ള വാക്യങ്ങളിലേക്ക് കടക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടു പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. യഹോവയെ കുറിച്ച് പ്രസംഗിപ്പിന്നോ, യഹോവയെ കുറിച്ച് കുറെ വാക്യങ്ങൾ കാണാൻ പഠിക്കുക എന്നൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാവിലെ ദേവദാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ആളുകൾ സുവിശേഷം കേൾക്കുക എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ കടന്നു വന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. എല്ലാ സുവിശേഷ പ്രവർത്തനത്തിന്റെയും അന്ത്യം ആരാധനയാണ്. ഒരു നാൾ കർത്താവ് മടങ്ങി വരുമ്പോൾ സുവിശേഷ പ്രവർത്തനം നിന്നു പോകും, ആരാധന നിൽക്കുകയില്ല. ആരാധനയാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഒരു വ്യക്തി നമ്മുടെ സഭയിൽ വന്നു ഒരാളും കൂടെ ആയി നമുക്കിനി ഞെളിയാം എന്നുള്ളതല്ല. ആളെ കൂട്ടലല്ല ഇത്, ബിസിനസ് അല്ല ഇത്. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ മഹത്വം ഒരു വ്യക്തി ശരിയായി തിരിച്ചറിഞ്ഞ് ആ മഹത്വത്തിനൊത്തവണ്ണമുള്ള, ആ അർഹതയ്ക്കൊത്തവണ്ണമുള്ള ആരാധന ദൈവത്തിന് അവൻ കരയേറ്റണം. ആരാധന ലക്ഷ്യം വെച്ചോണ്ടായിരിക്കണം എല്ലാ ശുശ്രൂഷയും. സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം പാട്ടു പാടണം സകല ഭൂവാസികളും. ആരാധന അതുകൊണ്ട് വളരെ പ്രാധാന്യമേറിയതാണ്. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. എങ്ങനെ ഈ ഭൂവാസികൾ കടന്നു വന്ന് അവന്റെ പാട്ട് പാടേണ്ടേ? അവന്റെ രക്ഷയെ നമ്മൾ പ്രസിദ്ധമാക്കണം. ഇവിടെ ഈ പ്രസിദ്ധമാക്കണം എന്ന് മലയാളം ബൈബിളില് തർജ്ജിമ ചെയ്തിരിക്കുന്ന വാക്ക് എബ്രായ ഭാഷയിലും യവന ഭാഷയിലും വളരെ കാതലായ ഒരു വാക്കാണ്. എബ്രായ ഭാഷയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ യവന ഭാഷയുടെ കാര്യം പറയാം. പഴയ നിയമത്തിന്റെ യവന പതിപ്പായ സെപ്റ്റ്യൂജന്റ് ബൈബിളില് ഈ പ്രസിദ്ധമാക്കുവിൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് യുവാഞ്ചലിസമായി. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇവാഞ്ചലിസം അല്ലെ? ഇവാഞ്ചലിസം, സുവിശേഷീകരണത്തിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന യവന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ യവന പദപ്പിൽ. അപ്പോ വേറൊരു രീതിയിൽ വേണേ വായിക്കാം, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ ആ സുവിശേഷീകരിപ്പിൻ, സുവർത്തമാനം അറിയിപ്പിൻ. അപ്പൊ കണ്ടോ, സുവിശേഷീകരണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതവും വിവരിപ്പിൻ. ഇതും പറയാനാണ് ഒരുപാടുണ്ട്. ഈ വിവരിപ്പൻ എന്ന് പറയുന്ന വാക്ക് എബ്രായ ഭാഷയില് 3 വാക്യങ്ങളെ ഉപയോഗിച്ചിട്ടു. ഈ ഭാഗം ഈ 96ന്റെ 3 കഴിഞ്ഞാൽ പിന്നെ 3 വാക്യങ്ങളിലേ ഉള്ളൂ ആ പദം. ആ പദം എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവം നൽകിയ ഒരു വെളിപ്പാട് പ്രസ്താവിക്കുന്നതിനെ കുറിച്ചാണ്. അല്ലാതെ എന്റെ വായിൽ എനിക്ക് തോന്നിയ എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ചല്ല. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ വിവരിക്കുക, അവന്റെ മഹത്വം വിവരിക്കുക, ആധികാരികമായ ദൈവവചനം പ്രസ്താവിക്കുക, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ 3 വാക്യങ്ങൾ നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടല്ലേ? ദൈവവചനം പ്രസ്താവിച്ച് അവന്റെ രക്ഷ നമ്മൾ പ്രസിദ്ധമാക്കി,
ഭൂവാസികൾ എല്ലാവരും അവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവന്റെ നാമത്തെ വാഴ്ത്തി അവനോട് പാട്ടുപാടി അവനെ ആരാധിക്കണം. അതുകൊണ്ടാണ് ഇത് മിഷണറി സങ്കീർത്തനമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ യഹോവ ഇങ്ങനെ ആരാധിക്കണം? ചുമ്മാ പറയുകയാണ് ആരാധിക്കാൻ. തുടർന്നുള്ള വാക്യങ്ങളിൽ 3 കാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ഭയപ്പെടേണ്ട സൃഷ്ടാവാണ്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മഹത്വം കരേറ്റേണ്ട രാജാവാണ്. 11 മുതൽ 13 വരെ അവൻ മടങ്ങി വരുന്ന ന്യായാധിപതിയാണ്. അതുകൊണ്ട് അവനിൽ സന്തോഷിക്കണം. ഒന്നാമതായിട്ട് ഭയപ്പെടേണ്ട സൃഷ്ടാവാണ്. 4, 5, 6 വാക്യങ്ങൾ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, കാരണം അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ, ആരാധനയ്ക്ക് അർഹതയുള്ള ഏകൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മിഥ്യയാണെന്ന് പറഞ്ഞത് ഇല്ലാത്തൊരു വസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുക, അതാണ് മിഥ്യ, അല്ലെ? അങ്ങനത്തെ മൂർത്തികൾ, ഭാവനയിൽ തോന്നിയ കാര്യങ്ങളാണ് ബാക്കി എല്ലാ ദേവന്മാരും. യഹോവയാണ് ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നവൻ, ഈ സകല സൃഷ്ടിയെയും സൃഷ്ടിച്ച ഏക സൃഷ്ടാവ്, ഏക ദൈവം. ബാക്കിയെല്ലാം മിഥ്യാമൂർത്തി. അത് ആരാണ്? യഹോവ മാത്രം. അതുകൊണ്ട് അവൻ സകലരാലും ഭയപ്പെട്ട് ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. അപ്പൊ ഭയപ്പെടേണ്ട സൃഷ്ടാവാണെന്ന് നമ്മൾ ഭൂലോകരോടെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ വിവരിച്ച് പ്രസിദ്ധമാക്കണം. യഹോവ സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനാണ്. അവനെ ഭയപ്പെടണം. ബഹുമാനവും തേജസ്സും അവന്റെ മുൻപിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവനാണ് ബഹുമാനവും തേജസ്സും കരയേറ്റേണ്ടത്. അവനാണ് ബലവും ശോഭയും കരയേറ്റേണ്ടത്. അവന്റെ ആലയത്തിൽ മാത്രമേ അതുള്ളൂ, അവന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അതുള്ളൂ. 29-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നിന്റെ ആലയത്തിൽ സകലതും മഹത്വം എന്നുച്ചരിക്കുന്നു. നിന്റെ ആലയത്തിൽ കടന്നു വരുന്ന ഏത് വസ്തുവായിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ, മഹത്വം, മഹത്വം, മഹത്വം. ദൈവത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ, അല്ലെ, ദൈവസന്നിധിയിൽ നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല, വേറൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മഹത്വവും ഘനവും യോഗ്യതയും അർഹതയുമുള്ള ഏക സൃഷ്ടാവാണ് യഹോവയാം ദൈവം. ആ അർഹത മനസ്സിലാക്കി അവന്റെ മുമ്പിൽ കുമ്പിടുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, സകല മഹത്വവും കരേറ്റി നമസ്കരിച്ച് ആരാധിക്കുവാൻ യോഗ്യനായ വാഴുന്ന രാജാവാണ്. ജാതികളുടെ കുലങ്ങളെ എന്ന് പറഞ്ഞാൽ, ജാതികൾ എന്ന് പറയുമ്പോൾ അറിയാലോ, യഹൂദന്മാരല്ലാത്തവർ മുഴുവൻ മനുഷ്യരാശി എന്നും അർത്ഥമുണ്ട്. ജാതികളുടെ കുലങ്ങളെ, എല്ലാ കുടുംബങ്ങളെ, എബ്രായ ഭാഷയിൽ കുടുംബങ്ങൾ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിനു തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവീൻ. കാരണം 10-ാം വാക്യം, യഹോവ വാഴുന്നു. അവൻ സൃഷ്ടാവ് മാത്രമല്ല, സൃഷ്ടിച്ചിട്ട് അങ്ങ് പോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയല്ല, അവൻ വാഴുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കണ്ടോ? കൊടുപ്പീൻ, ചെല്ലുവീൻ, നമസ്കരിപ്പീൻ, നടുങ്ങുവീൻ. ഇംഗ്ലീഷിലും എബ്രായ ഭാഷയിലും പിന്നെയും കുറെ ഉണ്ട്. കാരണം ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ 8-ാമത്തെ എല്ലാം കൊടുപ്പീൻ 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 3 പ്രാവശ്യം കൊടുപ്പീന്ന. പക്ഷെ എബ്രായ ഭാഷയിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ കണ്ടോ, ചില പ്രവൃത്തികൾ ചെയ്യണം, കൊടുക്കണം, ചെല്ലണം, നമസ്കരിക്കണം, നടുങ്ങണം. അതിനെല്ലാം യോഗ്യനായവനാണ്. അതുകൊണ്ടാണ് 8-ന്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത്, അവന്റെ നാമത്തിനു തക്ക മഹത്വം. അവന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അതിന് ഒത്തവണ്ണമുള്ള ആരാധന കഴിപ്പിക്കണം. അപ്പൊ അവനെ അറിയാമെങ്കിൽ ഈ ആരാധനയൊക്കെ പറ്റത്തു. അറിയാത്തൊരു ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ഈ ദൈവത്തിന്റെ മഹത്വം എന്തോ, ഈ ദൈവം എന്താ ഇത്ര വലിയത്, അല്ലെ? ചിലരൊക്കെ സഭയെ വന്നിങ്ങനെ ഇരിപ്പുണ്ട്, എന്തോ അവിടെ ഇവന്മാർക്കൊക്കെ വട്ടാണോ, എന്തോ ഒരു ബഹളമായത്. എന്താ? ഈ ദൈവത്തെ അറിഞ്ഞുകൂടാത്തവൻ, അല്ലെ? അറിഞ്ഞവന് കോരിത്തരിപ്പ്, അറിയാത്തവൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, അല്ലെ?
പക്ഷെ അറിയണം, അവരും മഹത്വം അറിഞ്ഞ് അവന് അതിനുള്ള തക്ക മഹത്വം കരേറ്റണം. നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം, ഞാൻ രക്ഷിക്കപ്പെട്ടത് അറിയാലോ, അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് സുവിശേഷ യോഗങ്ങളിൽ പോയിട്ടുള്ളതും ട്രാക്ട് കിട്ടുന്നത്. അതിന് മുമ്പ് ആരും സുവിശേഷം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അറിയാലോ, ഞാൻ ബൈബിൾ വായിച്ചാണ് രക്ഷിക്കപ്പെട്ടത്. പലരും ചോദിക്കും ഏത് വാക്യം, അങ്ങനെ വാക്യമൊന്നുമില്ല അല്ലേ. ഞാൻ ഒരാഴ്ച കൊണ്ട് സുവിശേഷങ്ങൾ വായിച്ച്, പ്രത്യേകിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ വായിച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്ന, എൻ്റെ കണ്ണുകൾക്ക് പ്രകാശിപ്പിച്ചു തന്ന ഒരേ ഒരു യാഥാർത്ഥ്യം ഏതാണ്? ആരാധനയ്ക്ക് യോഗ്യനായ ഏക വ്യക്തി യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രക്ഷിക്കപ്പെടുവാൻ അങ്ങനെ അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ആരും വയ്യാതെ കിടപ്പില്ലായിരുന്നു, സൗഖ്യത്തിന്റെ ആവശ്യമില്ലായിരുന്നു, രോഗികളില്ലായിരുന്നു, എനിക്കൊരു രോഗമില്ലായിരുന്നു, എനിക്കൊരു കടഭാരമില്ലായിരുന്നു. ഞങ്ങൾക്ക് ലൗകികമായ ഒന്നും വേണ്ട, ഈ യേശുവിൻ്റെ അടുക്ക പോയിട്ട് ഒന്നും വേണ്ട. അങ്ങനെ ഒരു സമയത്താണ് ഇറങ്ങിത്തിരിച്ചത്. ഒരേ ഒരു കാരണം മാത്രം, മഹത്വമുള്ള രാജാവിവൻ മാത്രം. ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. അപ്പൊ ആരാധനയ്ക്ക് അവൻ യോഗ്യനാണെന്ന് നമ്മൾ ജാതികളോട് വിളിച്ചു പറയണം. യഹോവ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ രാജാവാണ്. അധികാരികളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല, നമ്മൾ ഭയഭക്തിയോടെ ഇരിക്കും, നമസ്കരിക്കും, നടുങ്ങും. അവൻ വാഴുന്ന രാജാവാണ്. അവസാനം 11, 12, 13 അവൻ മടങ്ങി വരുന്ന ന്യായാധിപതിയാണ്, വിധികർത്താവാണ് അല്ലെ. അവസാനം 13-ാം വാക്യത്തിൽ പറയണം, അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? 11-ാം വാക്യം, ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളൊക്കെയും കാട്ടിലെ സകല വൃക്ഷങ്ങളും എല്ലാം അല്ലെ, ഈ ജീവചരങ്ങൾ എന്നൊക്കെ പറയാത്ത വസ്തുക്കൾ പോലും, ജീവനില്ലാത്ത വസ്തുക്കൾ പോലും അല്ലെ, ഈ വൃക്ഷങ്ങളും എല്ലാം സന്തോഷിക്കട്ടെ. സൃഷ്ടി മൊത്തം സന്തോഷിക്കട്ടെ. അല്ല, ദൈവമക്കൾ മാത്രമല്ല അല്ലെ. നമ്മള് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, സൃഷ്ടി ഈറ്റുനോവിലിരിക്കുകയാണ്. ഈ പാപത്തിന്റെ താഴ്ചയിൽ ഈ ഭൂമി വീണുപോയി ആ ശാപത്തിന്റെ കീഴിലിരിക്കുന്ന ഈ സൃഷ്ടി പോലും കാത്തിരിക്കുകയാണ് നാഥൻ മടങ്ങി വന്ന്. ദൈവമക്കൾ അനുഭവിച്ചതുപോലൊരു വീണ്ടും ജനനം സൃഷ്ടിയും കാത്തിരിക്കുകയാണ്. അതിനാൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒന്ന് ഓർക്കണം, ഇത് ആരെക്കുറിച്ചായി പാടുന്നേ? സൃഷ്ടാവും രാജാവും ന്യായാധിപതിയുമായ യഹോവ. പക്ഷെ നമുക്കറിയാം, ഇതെല്ലാം വെളിപ്പെടുന്നത് ആരിലൂടെയാണ്? പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ് അല്ലെ. യോഹന്നാൻ 1-ലും കൊളോസ്യൻ 1-ലും നമ്മൾ വായിക്കുന്നു, അവനാൽ സകലതും സൃഷ്ടിച്ചിരിക്കുന്നു, അവന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. അവനാണ് സൃഷ്ടികർത്താവ് അല്ലെ. ഇപ്പോ രാജാവ് ആരാണ്? സ്വർഗത്തിലും ഭൂമിയിലും അധികാരം ലഭിച്ച് മഹത്വത്തിന്റെ വലതുഭാഗത്തിരുന്ന് വാഴുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി മടങ്ങി വന്ന് ഈ ലോകത്തെ വിധിക്കുന്നവനാരാണ്? യോഹന്നാൻ കർത്താവ് പറയാണ്, പിതാവ് ആരെയും വിധിക്കാതെ സകലരെയും വിധിക്കുവാനുള്ള അധികാരം പുത്രന് നൽകിയിരിക്കുന്നു. കാരണം പിതാവിനെ സകലരും മാനിക്കുന്നത് പോലെ പുത്രനെയും മാനിക്കണം. വരുവാനിരിക്കുന്ന ന്യായാധിപൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ എന്താ പ്രബോധനം? ഒന്നാമതായിട്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുടെ ഭാഗമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ഈ പുത്തൻ പാട്ടിന്റെ ഭാഗമാകണം. ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ കർത്താവിന്റെ 2-ാം വരവ് ഉല്ലസിച്ച് ഘോഷിച്ച് ആഹ്ലാദിക്കേണ്ട ഒരു വിഷയമല്ല, ഭയപ്പെട്ട് ഞെരുങ്ങേണ്ട ഒരു വിഷയമാണ്. അവന്റെ 2-ാം വരവ് ദൈവമക്കൾക്ക് സന്തോഷം, രക്ഷ ഉറപ്പായ കാര്യം. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്ക് ഏറ്റവും ഭയാനകമായ കാര്യമാണ്. തീർന്നു, ഇനി ഒന്നുമില്ല, ഇനി നിത്യ തീ പൊയ്കയിലേക്ക് തള്ളിയിടുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രക്ഷിക്കപ്പെടുക, ഇന്ന് മാനസാന്തരപ്പെടുക. നിങ്ങൾ ചിലപ്പോൾ ജനിച്ച അന്ന് മുതൽ ഈ സഭയിൽ വരുന്നതായിരിക്കും, പെന്തക്കോസ്തുകാരനെന്ന് പേരൊക്കെ കാണും, അതൊന്നും കാര്യമില്ല. ചിലപ്പോൾ സ്നാനപ്പെട്ടിട്ടും ഉണ്ടായിരിക്കും. മാനസാന്തരപ്പെട്ട് കർത്താവിന് ഈ പറഞ്ഞതുപോലെ അവന്റെ മഹത്വമൊക്കെ അറിയാവോ? ഈ വായിച്ച സങ്കീർത്തനത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ കുഴി കിടന്നു, എന്നെ ദൈവം പൊക്കി. അങ്ങനത്തെ സങ്കീർത്തനങ്ങളുണ്ടല്ലോ. ഞാൻ കുഴി കിടന്നു, എന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല, എന്നെ ഇന്നലെ വായിച്ച പോലെ മരിച്ചവനെ പോലെ എന്നെ മറന്നുപോയി. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ഗുണഗണങ്ങളാണ്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കൈ അടിച്ച് ബഹളം വെച്ച് ഈ രോമാഞ്ചം വന്ന്
ആരാധിക്കാൻ ഈ വിഷയങ്ങളൊക്കെ മതിയോ? ഇതൊക്കെ മതിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തികഞ്ഞ ഒരു ആരാധകനായി, ഒരു ഭക്തനായി, എനിക്ക് ദൈവം ഇത് ചെയ്തു അത് ചെയ്യുന്നു പറയാതെ തന്നെ ദൈവത്തിന്റെ ഗുണങ്ങൾ നോക്കുമ്പോൾ, അവന്റെ മഹത്വം നോക്കുമ്പോൾ എനിക്ക് ആരാധന വരുന്നു, എനിക്ക് രോമാഞ്ചം വരുന്നു. അങ്ങനെ പറയുന്നവനാണ് തികഞ്ഞ ഭക്തൻ. മറ്റവൻ കച്ചവടക്കാരനാണ്, വ്യാപാരം. യേശുവിന്റെ കൂടെ നടന്ന പുരുഷാരത്തെ പോലെയാണ്. അപ്പം കിട്ടുമ്പോ കൈയടിക്കും. അപ്പൊ ഒന്നുമില്ല, വാ എന്റെ കൂടെ വാ, ക്രൂശ് എടുത്ത് എന്റെ പുറകെ വാ, വാ മരിക്കാമെന്ന് പറഞ്ഞാ പോട്ടെ കർത്താവേ, ബൈ ബൈ, അല്ലേ? അങ്ങനല്ലേ പുരുഷാരം കളഞ്ഞു വെച്ച് പോയത്? പുരുഷാരത്തിലാണോ നിങ്ങൾ? അതോ ഭക്തന്മാരുടെ കൂടെയാണോ? ഈ സങ്കീർത്തനം നിങ്ങളുടെ സങ്കീർത്തനമാണോ? സകല മഹത്വത്തിനും യോഗ്യനായവൻ കർത്താവാണെന്ന് പറഞ്ഞ് സ്തോത്രം കരയറ്റുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അങ്ങനെ ഒരു ഭക്തനല്ല എന്ന് പറയുകയാണെങ്കിൽ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കൽ വരുക, അവന്റെ സത്യ പരിജ്ഞാനം പ്രാപിക്കുക. എങ്കിൽ നിങ്ങൾക്കും പറയാം, അവനതാ മടങ്ങി വരുന്നു. ആ മടങ്ങി വരവ് ആഹ്ലാദത്തിന്റെ വിഷയമാണ്, ഉല്ലസിച്ച് ഘോഷിക്കേണ്ട വിഷയമാണ്. എന്നെ സ്നേഹിച്ച കർത്താവ് ഇന്നലകളിൽ ഈ ഭൂമിയുടെ സൃഷ്ടാവാണ്. ഇന്ന് അവൻ മഹത്വത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ഭരിക്കുന്നു, രാജാവാണ്. ഇനി വരാൻ പോകുന്ന ന്യായാധിപതി കർത്താവ്. അത് എന്റെ നാഥനാണ്, എന്റെ അരുമനാഥനാണ് എന്ന് നമുക്ക് ആ പ്രാഗൽഭ്യത്തോടെ പറയാം. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. നമ്മുടെ ഉത്തരവാദിത്വം മറന്നു പോകരുത്. ഈ 4 മുതൽ 13 വരെയുള്ളത് നമുക്ക് പഠിച്ച് നമ്മൾ പറയേണ്ട കാര്യമാണ്. ആരോട്? സകല ഭൂവാസികളോടും അവന്റെ രക്ഷ പ്രസിദ്ധമാക്കേണ്ടതാണ്. ഇന്നലെ നമ്മൾ മിഷൻ പ്രേരണയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചല്ലോ. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ലോകത്ത് വിളിച്ചു പറയേണ്ടതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ, ഏതെങ്കിലും ഒരു ഗോത്രവർഗത്തിന്റെ ഒരു ചെറിയ ദൈവമല്ല. സകലത്തും സൃഷ്ടിച്ച മഹത്വത്തിന്റെ രാജാവായ യഹോവയാണ്. ഭയപ്പെടേണ്ട സൃഷ്ടാവാണ്. ഇപ്പോൾ ഈ ലോകം ഭരിക്കുന്ന, സകല സൃഷ്ടിയെയും ഭരിക്കുന്ന രാജാവാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ പെന്തക്കോസ്തുകാരുടെ ദൈവമല്ലത്. അങ്ങനെ ചിലർ പറയണം, ഞങ്ങള് മാർത്തോമ വിട്ടു, ഓർത്തഡോക്സ് വിട്ടു, ഇപ്പൊ പെന്തക്കോസിലാണ്. ഞാൻ പെന്തക്കോസിലൊന്നും അല്ല. പെന്തക്കോസ് എന്ന് പറയണേ ബൈബിളിലെ പെന്തക്കോസാണേ ഒക്കെ ശരി, അല്ലാതെ ഒരു സംഘടനയുടെ ദൈവമല്ല ഇത്, ഒരു സംഘത്തിന്റെ ദൈവമല്ല. സകല സൃഷ്ടിയുടെയും ഏകദൈവമാണ് ഇവിടെ പറയുന്നത്. അവനെ ഭയപ്പെടണമെന്ന് നമ്മൾ സകലരോട് വിളിച്ചു പറയണം. നമ്മൾ പറയണം, ഇവൻ രാജാവാണ്. ഇനി വരുവാനിരിക്കുന്ന നീയൊക്കെ ഒരു നാൾ പോയി നിൽക്കും, കണക്ക് കൊടുക്കേണ്ടി വരും. സകല മനുഷ്യരും ക്രിസ്തുവിന്റെ ആ ന്യായാസനത്തിന്റെ മുൻപിൽ പോയി നിൽക്കേണ്ടി വരും. കണക്ക് കൊടുക്കേണ്ടി വരുന്നത് ഈ പറയുന്ന യേശുവിന്റെ മുൻപിലാണ്. അതുകൊണ്ട് ഇന്ന് തള്ളിപ്പറയാൻ നാളെ പറ്റത്തില്ല. ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ താക്കീതും കൊടുക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് മറന്നു പോകരുത്, അവരെ ആനയിച്ച് സഭയുടെ അംഗമാക്കിയപ്പോൾ അവർ ആരാധിക്കണം. ഈ മഹത്വം കണ്ട് അവർ സന്തോഷിക്കണം. അവർ പാട്ടുപാടണം. അവർ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് പുതുസൃഷ്ടിയായി ഈ പുത്തൻ പാട്ടിന്റെ ഭാഗമാകണം. ഒരു നാൾ സകല സൃഷ്ടിയും ഈ പാട്ട് പാടും. ഒരു സൃഷ്ടിയും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. സകല സൃഷ്ടിയും അന്ന് പാട്ട് പാടും. ആ അവസാനം നിത്യത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പാട്ട് പാടലിന്റെ ഒരു കൊയർ പ്രാക്ടീസ് ആണ് ഓരോ സൺഡേ ഇവിടെ നടക്കുന്നത്, അല്ലേ? ഇപ്പൊ സൃഷ്ടി മൊത്തം ഇന്ന് ആരാധിക്കല്ല, നമ്മൾ ദൈവമക്കളെ ഇന്ന് ആരാധിക്കുന്നുള്ളൂ. ഒരു നാൾ ഈ മൊത്തം സൃഷ്ടി, സകല വ്യക്തികളും മരങ്ങളും എല്ലാം, പക്ഷികളും മൃഗങ്ങളും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കുന്ന, നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ഒരു ആരാധനയിലേക്കാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ആരാധനയുടെ കൊയർ പ്രാക്ടീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഞായറാഴ്ച തോറും ആ പാട്ടുപാടൽ പ്രാക്ടീസിലേക്ക് നമ്മൾ മറ്റുള്ളവരെ വിളിച്ച് വേർതിരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവിനെ കൂടുതൽ കൂടുതൽ രുചിച്ചറിയാം, അവന്റെ മഹത്വത്തെ രുചിച്ചറിയാം. എങ്കിലേ മഹത്വത്തിനൊത്തവണ്ണമുള്ള ആരാധന, അവനെ കരയേറ്റണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അവൻ സകല സൃഷ്ടിയുടെയും നാഥനാണ്, കർത്താവാണ്, രാജാവാണ്, വരുവാനുള്ള ന്യായാധിപതിയാണ്. നമുക്ക് അവന്റെ മുൻപിൽ ഒരു നിമിഷം തലകളെ വണക്കി സകല മഹത്വവും അവന് തന്നെ കരയേറ്റാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, നീ എത്ര വലിയവനും സ്തുത്യനുമാണെന്ന് കർത്താവേ ഞങ്ങൾ അല്പം നിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിച്ചു. കർത്താവേ, ഏക പ്രതികരണം, പൂർണ്ണ ഉള്ളത്തോടെ നിന്നെ ആരാധിക്കുക. നിന്നെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല കർത്താവേ. അതരങ്ങളാലും ഹൃദയങ്ങളാലും ജീവിതങ്ങളാലും നിനക്ക് ആരാധന കരയേറ്റുന്ന കർത്താവ്.
നീ അതിന് യോഗ്യനാണ് കർത്താവേ. ആരാധനയ്ക്ക് യോഗ്യനായ ഏക വ്യക്തി നീയാണെന്ന് കർത്താവേ മുഴുവള്ളത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു കർത്താവേ. ദൈവമേ, കർത്താവേ, യഹോവേ, യേശു ക്രിസ്തുവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഈ രുചിച്ചറിഞ്ഞ സന്തോഷം, ഞങ്ങൾ ഈ രുചിച്ചറിയുന്ന ദൈവ മഹത്വം സകല ഭൂവാസികളോടും വിളിച്ചു പറയുവാൻ ഓ കർത്താവെ ഒരുക്കമുള്ളൊരു ജനമാക്കി ഞങ്ങളെ തീർക്കണമേ കർത്താവെ. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള രക്ഷിക്കപ്പെടാത്ത, കണ്ണുകൾ കുരുടാക്കി കർത്താവെ ഈ മഹത്വം ഇതുവരെ കാണാത്ത പ്രിയപ്പെട്ടവർ അവരും ഈ സത്യം മനസ്സിലാക്കി അവരും നിന്റെ മുൻപിൽ കർത്താവെ നമസ്കരിച്ച ഓ നിന്നെ കർത്താവെ സ്തോത്രങ്ങളാലും സ്തുതികളാലും കർത്താവെ മഹത്വീകരിക്കുന്നതിനായിട്ട് വ്യഗ്രതയുള്ള, കൊതിയുള്ള, തീക്ഷ്ണതയുള്ള, എരിവുള്ള ജനമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കോവളം പ്രദേശത്ത് യഹോവ മഹത്വമുള്ള ദൈവമെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ, ഓ കർത്താവേ, നിന്റെ ആ സ്തുതി സ്തോത്രങ്ങൾക്ക് യോഗ്യമാവണം കർത്താവേ. ഓ നിന്റെ മഹത്വം പ്രസിദ്ധമാക്കുന്ന ഒരു ജനമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനും സ്തുത്യനുമായ ഏക ദൈവം നീയാണെന്ന് ഞങ്ങൾ ഈ ഞായറാഴ്ച കർത്താവേ വരുവാനിരിക്കുന്ന ആ വലിയ പാട്ട് ആരാധനയ്ക്കായുള്ള ഒരുക്കമായി കർത്താവ് ഇന്നേ ഞങ്ങൾ സ്വമേധം മുട്ടുമടക്കി നിന്റെ മുമ്പിൽ കടന്നു വന്ന് സന്തോഷത്തോടെ ആരാധിക്കുന്ന കർത്താവേ. ഒരു നാൾ ഈ സൃഷ്ടി ഓ പുതിയ വാനവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് കർത്താവെ പുതുക്കം വരുത്തി എല്ലാ സൃഷ്ടിയും ഓ സർവ സൃഷ്ടിയും പുതിയ പാട്ടുപാടി നിന്നെ ആരാധിക്കുന്ന ദിവസത്തിനായിട്ട് കർത്താവ് ഞങ്ങൾ കാക്കുന്നു. കർത്താവ് നീ വരുന്നത് ഒരു ന്യായാധിപതിയായിട്ട് വിധിക്കുവാൻ കടന്നു വരുന്നെങ്കിലും ഞങ്ങളുടെ പ്രത്യാശ കർത്താവെ നീ ഞങ്ങളുടെ കർത്താവാണ്, ഞങ്ങളുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി കടന്നു വരുന്നു. അതുകൊണ്ട് നിന്റെ മടങ്ങി വരവ് ഞങ്ങൾക്ക് കർത്താവെ സന്തോഷമുള്ളതാണ്. ഞങ്ങൾ അതിൽ ഉല്ലസിച്ച് ഘോഷിക്കുന്നു കർത്താവെ. ഈ ലോകത്തിലുള്ള ഈ ആയുസ്സിലുള്ള എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്, താൽക്കാലികമാണ്. ആരാധനയ്ക്ക് അന്ത്യമില്ല, ആരാധനയ്ക്ക് അന്ത്യമില്ല. നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഓ നിന്റെ സ്തോത്രങ്ങളാലും നിന്റെ ആ മഹത്വം കണ്ട് കർത്താവെ സന്തോഷിച്ച് ആനന്ദിക്കുക എന്നതാണല്ലോ നിത്യമായ ഞങ്ങളുടെ വിളി കർത്താവെ. അതിനായിട്ട് കൊതിയോടെ കാത്തിരിക്കുന്നു. നിന്റെ മടങ്ങി വരവിന് മുൻപേ കർത്താവേ ഓ ലോകമെമ്പാടും നിന്റെ സുവിശേഷ ഘോഷണം പടർന്ന് പന്തലിക്കുവാൻ പ്രാർത്ഥിക്കുകയും അവസരം കിട്ടുമ്പോഴെല്ലാം അതിന്റെ ഭാഗമാകുവാൻ തീക്ഷ്ണതയോടെ നിന്നെ കാത്തിരിക്കുന്ന ഒരു മണവാട്ടി സഭയായിട്ട് ഞങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്നുള്ള സകല ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ. ഈ പകൽക്കാലം നിന്റെ സന്നിധിയിൽ കടന്നു വന്ന സകല ജനവും കർത്താവേ നിന്റെ മഹത്വത്തിന്റെ ആ ശ്രേഷ്ഠത നിമിത്തം ഓ കർത്താവേ നിന്നിൽ ഉള്ള ആ സന്തോഷത്താലും ആനന്ദത്താലും നിറഞ്ഞ കർത്താവേ ഓ ശക്തിയോടെ മടങ്ങി പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താൽക്കാലിക ഈ ആയുസ്സിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കർത്താവിന്റെ മഹത്വത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആയുസ്സിൽ മാത്രം യേശുവിൽ പ്രത്യാശ വെക്കുന്ന അരിഷ്ടന്മാരായിട്ട് ഞങ്ങൾ തരം താഴരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ആയുസ്സിനപ്പുറമായുള്ള നിത്യ സന്തോഷത്തിനായിട്ട് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ. നിന്നെ വിറ്റ് കച്ചവടം നടക്കുന്ന വ്യാജന്മാരാകുവാൻ ഞങ്ങളില്ല, കപടഭക്തന്മാരാകാൻ ഞങ്ങളില്ല കർത്താവേ. ഭക്തന്മാരായി ലോകത്തെ വെറുത്ത് ഭോഗത്തെ വെറുത്ത് ദൈവപ്രിയമുള്ള ഭക്തന്മാരായി കർത്താവേ ഓ വിശുദ്ധിയോടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാന്തയായിട്ട് ഓ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോടുള്ള സ്നേഹം നിമിത്തം നിന്നെ സകലരും ഏറ്റുപറഞ്ഞ് ആരാധിക്കണമെന്നുള്ള തീക്ഷ്ണമായ എരിവ് നിമിത്തം സുവിശേഷീകരണത്തിൽ ബന്ധപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വം അംഗീകരിക്കുന്നതിനെ കരയേറ്റുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവയത്തെ കർത്താവിന്റെ ഹൃദയത്തെ ചേർന്ന് പറയാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.